സ്നേഹിക്കാനല്ലാതെ മറ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ സ്തോത്രം, ദൈവ ഇഷ്ടം നമ്മൾ പരസ്പരം സ്നേഹിക്കുകയാണ്, ദൈവസ്നേഹമാകുന്നു. ആമേൻ. ഓ സ്തോത്രം. എന്നാൽ ദൈവത്തെ ഒരു നാൾ നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലേ? ആരും കണ്ടിട്ടില്ല ഭൂമിയിൽ ആരും. ആമേൻ. നമ്മുടെ ആ ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ലെന്നാണ് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. പലരും ദൈവത്തെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു, എന്നാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, കാണുവാൻ സാധിച്ചില്ല എന്നുള്ളതാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്തെന്ന് ചോദിച്ചാൽ, കാണാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ആമേൻ, ദൈവത്തെ എന്താ കാണാൻ കഴിയാത്തതെന്ന് പലർക്കും നമുക്ക് ചിന്തിച്ച് പോകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകപ്രകാരമുള്ള ദേവന്മാർ എല്ലാവരും കണ്ടാകുന്നു ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം കണ്ടാരാധിക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം കേട്ടാരാധിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആത്മാവായ ദൈവമാണ്. ആത്മാവായ ദൈവത്തെ ആർക്കും ഒരു കാലം കാണുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഓ, ആ കർത്താവ് ആമേൻ ആഗ്രഹിക്കുന്നതെന്ന് പകൽക്കാലത്തിൽ ആഗ്രഹിക്കുന്നത് അവനെ ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കണമെന്നാകുന്നു. ആ ദൈവിക സാക്ഷ്യം മുഴുവനും ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണമെന്നാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മപ്രകാരം ആരാധിക്കണമെന്ന്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഞാൻ ചിന്താവിഷയമാക്കിയിരിക്കുന്നത് ആമേൻ ആത്മ അഭിഷേകത്താൽ നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ആകുന്നു ഇന്നത്തെ ചിന്താവിഷയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ആത്മാഭിഷേകത്താൽ നിലനിൽക്കും, അതായത് ആത്മാവ് പ്രാപിച്ചാൽ നിലനിൽക്കും. ആത്മാവുള്ളവൻ നിലനിൽക്കും, ആത്മീകൻ നിലനിൽക്കും. ഭൗമികൻ നിലനിൽക്കത്തില്ല, ലൗകികൻ നിലനിൽക്കത്തില്ല, ലോകപ്രകാരമുള്ളവരാരും നിലനിൽക്കത്തില്ല. എന്ന് പറയുന്നത് കാണുന്നതൊക്കെ ഈ ലോകപ്രകാരമുള്ളതാണ്. ലോകപ്രകാരമുള്ളതിനെ കുറിച്ച് ദൈവവചനം പറയുന്നു, കാണുന്നതൊക്കെയും മായ എന്ന് സഭാപ്രസംഗി പറയുന്നുണ്ട്. ഹല്ലേലൂയ. കാണുന്നതൊന്നും നിലനിൽക്കുകയില്ല, എന്നാൽ കാണാത്തവ നിലനിൽക്കും. ആയതുകൊണ്ടാണ് നമ്മുടെ ദൈവം കാണാത്തവനാകുന്ന ദൈവമാണ്. ആമേൻ. ദൈവം പറഞ്ഞു, നിങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാകുന്നു. ആമേൻ. ആ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മപ്രകാരമാണ്, ആത്മാഭിഷേകത്താലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർ ആത്മാഭിഷേകം പ്രാപിച്ചവരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ എത്ര പേർ ആത്മാവ് പ്രാപിച്ചവരുണ്ട്? ആത്മാവ് പ്രാപിച്ചവർക്ക് മാത്രമേ നിലനിൽക്കുവാൻ സാധ്യമുള്ളൂ, അല്ലാത്തവരാരും നിലനിൽക്കതില്ല. ആയതുകൊണ്ട് ആരെങ്കിലും ആത്മാവ് പ്രാപിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മപ്രകാരം ആമേൻ മുന്നേറുവാൻ, ആത്മീകമായി വളരുവാൻ, ആത്മീകമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവനാമത്തെ ഞാൻ ദൈവജനത്തെ ആമേൻ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീകന്മാർക്ക് മാത്രമേ നിലനിൽക്കുവാൻ കഴിയുള്ളൂ. ദൈവം, നമ്മുടെ കർത്താവ് ആത്മാവായ ദൈവം, ആമേൻ, അവൻ എന്ന് വന്നേക്കും നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, നമ്മൾ സ്തോത്രം പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കാലത്ത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നു. എന്നാൽ മിസ്രയീമിൽ ആയിരുന്നപ്പോൾ ആ മിസ്രയീം ഭരിക്കുന്നത് ഫറവോൻ ആയിരുന്നു. ഫറവോൻ രാജാവായിരുന്നു മിസ്രയീമിനെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സന്ദർഭത്തിൽ മിസ്രയീം രാജാവാകുന്ന ഫറവോൻ അവരുടെ ഭൃത്യന്മാരോടും അവരുടെ ജനത്തോടും പറയുവാൻ ഇടയായിത്തീർന്നു, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ രാജ്യത്തിൽ ആമേൻ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ നമ്മേക്കാൾ ബാഹുല്യവും ബലവും ഉള്ളവരാകയാൽ, ശക്തിയുമുള്ളവരാകയാൽ നമ്മൾ അവരെ അങ്ങനെ വിടാൻ പാടില്ല. ഹല്ലേലൂയ. അവരെ അങ്ങനെ വളർന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവർ നമ്മുടെ ശത്രുക്കളോടും ചേർന്ന് നമ്മോട് യുദ്ധം ചെയ്ത് നമ്മൾ തോൽക്കുവാനിടയെത്തീരും. ആയതുകൊണ്ട് ഫറവോൻ രാജാവ് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ആൺകുഞ്ഞുങ്ങളെയൊക്കെയും കൊന്നുകളയണം, പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വയ്ക്കണം. ഹല്ലേലൂയ.
പെൺകുഞ്ഞുങ്ങളെ ജീവനോട് വയ്ക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം. അതിനായിട്ട് ഹല്ലേലൂയ ഫറവോൻ രാജാവ് ഒരു പദ്ധതി ഒരുക്കി. ഹല്ലേലൂയ നമുക്ക് ദൈവജനത്തിലൂടെ വായിക്കുമ്പോൾ അറിയുന്നത് പോലെ സൂതി കർമ്മിണികളെ ഫറവോൻ രാജാവ് നിയമിപ്പാനിടയിൽ തീർന്നു. പ്രസവം നോക്കുന്ന ആ ശുശ്രൂഷ ചെയ്യുന്നവരാകുന്നു സൂതി കർമ്മട്. നമ്മുടെ നഴ്സിനെ ആകുന്നു സൂതി കർമ്മിണി എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ മക്കളിൽ ആമേൻ അവരുടെ പ്രസവം സന്ദർഭത്തിൽ സൂതി കർമ്മിണികൾ ചെല്ലുമ്പോൾ ആൺകുഞ്ഞുങ്ങളെ ആകുന്നു പ്രസവിച്ചു എങ്കിൽ ആൺകുഞ്ഞുങ്ങളെ മുഴുവനും ഹല്ലേലൂയ സൂതി കർമ്മികൾ കൊന്നുകളയണം. ആമേൻ പെൺകുഞ്ഞുങ്ങളെ ജീവിപ്പിക്കണമെന്നാണ് ഫറവോൻ രാജാവ് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ നാളുകൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഫറവോൻ രാജാവ് നോക്കിയപ്പോൾ ആൺകുഞ്ഞുങ്ങൾ പെണ്ണും കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഫറവോൻ രാജാവ് സൂതി കർമ്മികളെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ കൽപ്പിച്ചത് ആൺകുഞ്ഞുങ്ങളെ കൊല്ലുകയും പെൺകുഞ്ഞുങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുകയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് അതിന് സൂതി കർമ്മിണികൾ മറുപടി പറഞ്ഞ് ഇപ്രകാരമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ നടുവിൽ എബ്രായ സ്ത്രീകളുടെ നടുവിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ നടുവിൽ കടന്നു പോകുമ്പോൾ അവർ വളരെ തിടമ്പുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. അവർ നമ്മൾ ചെല്ലും മുമ്പേ അവരങ്ങ് പ്രസവിച്ചു പോവുകയാണ്. ആയതുകൊണ്ട് നമുക്ക് അവർ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും വേർതിരിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഫറവോന്റെ ഒന്നാമത്തെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത് വേറൊരു പദ്ധതി ഫറവോൻ രാജാവ് നിയമിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളിൽ രണ്ടാമത്തെ പദ്ധതി ഇതാകുന്നു. രണ്ടാമത്തെ പദ്ധതി ഇസ്രായേൽ മക്കളിൽ അവർ പ്രസവിക്കുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണം, പെൺകുഞ്ഞുങ്ങളെ ശേഷിപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഒത്തിരി ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാരുടെ എബ്രായരുടെ ഒത്തിരി കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാകുന്നു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇരിക്കുമ്പോഴാകുന്നു ആമേൻ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കാണുവാൻ കഴിയുന്നത് എന്താകുന്നു അവിടെ? എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അങ്ങനെ അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയെങ്കിലും തേച്ച് പൈതന്നെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ച് അവൻ എന്ത് സംഭവിക്കുമെന്ന് അറിവാൻ മതി. സ്തോത്രം. അവിടെ മോശയെ കുറിച്ചാകുന്നു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് പ്രകാരം ഫറവോൻ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഒത്തിരി എബ്രായ കുഞ്ഞുങ്ങളെ യഹൂദ കുഞ്ഞുങ്ങളെ ആമേൻ ഫറവോൻ കൽപ്പന പ്രകാരം നദിയിലിട്ട് കളഞ്ഞപ്പോൾ അതേ സ്ഥാനത്ത് ഇവിടെ ഒരു ലേവി കുടുംബത്തിൽ ലേവി കന്യകയെ ആമേൻ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ വിവാഹം ചെയ്തു. അവർക്ക് ജനിച്ച കുഞ്ഞാകുന്നു മോശ. ലേവി കുടുംബത്തിലെ ആമേൻ ആ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ ലേവി കന്യകയെ പരിഗ്രഹിച്ചു എന്ന് പറയുന്ന സാരാംശം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലേവി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടവനാകുന്നു ലേവി. അവൻ ദൈവ പുരോഹിതൻ, ദൈവത്തോടുകൂടെ നടക്കുന്നവനാകുന്നു, ദൈവകൽപ്പന പ്രകാരം നടക്കുന്നവനാകുന്നു, ദൈവാത്മാവ് പ്രാപിച്ചവനാകുന്നു, ദൈവിക അഭിഷേകം പ്രാപിച്ചനാകുന്നു ലേവിയൻ. ആ ദൈവിക അഭിഷേകം പ്രാപിച്ച ലേവിയെ കന്യകയെ വിവാഹം കഴിച്ചു. അതിൽ ജനിച്ചവനാകുന്നു മോശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഒത്തിരി കുഞ്ഞുങ്ങള് നൈൽ നദിയിൽ വീണ് മരിച്ചു പോയപ്പോൾ ലേവി ഹല്ലേലൂയ
കുടുംബത്തിലുള്ള ലേവ്യ കന്യകയ്ക്ക് പറഞ്ഞ മോശ കുഞ്ഞിനെ അവരൊരു ക്രമീകരണം ചെയ്തു. എന്നുള്ളതാകുന്നു, അവരൊരു പെട്ടകം വാങ്ങി, ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി, ഞാങ്ങണ പെട്ടയിൽ കേല് തേച്ചു സംരക്ഷണം ചെയ്തു. കുഞ്ഞിനെ ഹല്ലേലൂയ നൈൽ നദിയിൽ വയ്പാനിടയിൽ തീർന്നു, ഒഴുക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ ഒഴുക്കി അപ്പോഴാകുന്നു ഫറവോൻ രാജാവിൻ്റെ പുത്രിയും പരിചാരങ്ങളുമായി അവിടെ കുളിപ്പാൻ വരികയും, ആമേൻ ഹല്ലേലൂയ, കുളിപ്പാൻ വരികയും ഈ ഇപ്രകാരം ഒരു പെട്ടകം കണ്ടിട്ട് ആ പെട്ടകത്തെ വലിച്ചെടുത്ത് ആലയിൽ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നു. ഹല്ലേലൂയ, അതൊരു എബ്രായ കുഞ്ഞെന്ന് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആ കുഞ്ഞിനെ ഹല്ലേലൂയ ആമേൻ എബ്രായ കുഞ്ഞിന് രക്ഷ നൽകുവാനായി, ആമേൻ ആ കുഞ്ഞിനെ നശിപ്പിക്കാതെ രക്ഷ നൽകുവാൻ വേണ്ടി ആമേൻ ഫറവോൻ രാജാവിൻ്റെ പുത്രി ആമേൻ അല്ലെങ്കിൽ തന്നോട് കൂടെയുള്ള അവരോട് കൽപ്പിപ്പാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ സ്വത്രം ആ മോശക്കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഫറവോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവനെ വളർത്തുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞ സാരാംശം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ഒത്തിരി പേര് എബ്രായരുടെ ആമേൻ പൈതങ്ങൾ ഒത്തിരി പേര് നൈൽ നദിയിൽ മുങ്ങി താണു പോയപ്പോൾ അതിൻ്റെ നടുവിൽ ലേവി കുടുംബത്തിൽ ഉള്ള ദൈവാത്മാവിൽ ആരാധിക്കുന്ന മക്കളുടെ കുടുംബത്തിലുള്ള ലേവി കന്യകയുടെ കുടുംബത്തിലുള്ള മകന് ദൈവം സംരക്ഷണം നൽകി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ ആമേൻ ലേവി എന്ന് പറയുന്ന ആരാണ്? എബ്രായർ എന്ന് പറയുന്ന ആരാണ്? യഹൂദൻ എന്ന് പറഞ്ഞ ആരാണ്? ദൈവത്തെ സ്തുതിക്കുന്നവനാണ് എബ്രായൻ. യഹൂദൻ എന്ന് പറഞ്ഞ ആരാണ്? ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. അവരുടെ ഭാഷയാണ് എബ്രായ ഭാഷ. യഹൂദന്മാരുടെ ഭാഷയാണ് എബ്രായ ഭാഷ. ഹല്ലേലൂയ. എന്നാൽ യഹൂദൻ എന്ന് പറയുമ്പോൾ യഹൂദൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. ഹല്ലേലൂയ. എബ്രായൻ അവരുടെ ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവന്റെ ഭവനത്തിലെ കുഞ്ഞിന് ദൈവം ഒരു രക്ഷ നൽകുവാനായിട്ട് തീർന്നു. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഞാൻ ഈ ദൈവസഭയോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ എത്ര പേര് ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് ആരാധന കൊടുക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ ഹല്ലേലൂയ. ദൈവ നിയോഗത്താൽ ആമേൻ ഹല്ലേലൂയ പ്രൈസലോ ആത്മാഭിഷേകത്താൽ നമ്മൾ എത്ര പേരുണ്ട് പകൽക്കാലത്തിൽ? ആത്മാഭിഷേകം പ്രാപിച്ചവരുടെ കുടുംബത്തിലെ കുഞ്ഞിനാണ് ദൈവം പരിരക്ഷ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ എബ്രായന്മാരുടെ കുടുംബങ്ങളിൽ ഒത്തിരി പേര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് ആത്മാവിൽ പുകഴ്ച കൊടുക്കുന്നോ എന്നറിയത്തില്ല. എങ്കിൽ തന്നെയും ആമേൻ ലേവി കുടുംബത്തിലുള്ളവർ, ലേവി കന്യകയുടെ ആമേൻ ജീവിതത്തിൽ ലഭിച്ച കുഞ്ഞിന് ആമേൻ ആത്മാഭിഷേകത്തോടെ ആമേൻ അവനെ നൽകുവാനിടയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് പുകഴ്ച കൊടുക്കുമ്പോൾ, ദൈവത്തിന് ഒരു ആരാധന കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ പ്രതിസന്ധികൾ മാറുവാനിടയെത്തി, പ്രതികൂലങ്ങൾ മാറുവാനിടയെത്തീരും. മോശയ്ക്ക് വിരോധമായി മോശ കുഞ്ഞിന് ആമേൻ ആ നിയോഗത്താൽ അല്ലാതെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഒത്തിരി പേര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആത്മനിയോഗത്താൽ അല്ലാതെ ആത്മാഭിഷേകത്താൽ അല്ലാതെ ലോകപ്രകാരം ജീവിച്ച ഒത്തിരി പേര് നൈൽ നദിയിൽ നഷ്ടപ്പെട്ടപ്പോൾ ആത്മാഭിഷേകം പ്രാപിച്ച കുടുംബത്തിലെ കുഞ്ഞിന് പരീക്ഷയുണ്ടായി, രക്ഷയുണ്ടായി, വിടുതലുണ്ടായി. നൈൽ നദിയിൽ മുങ്ങിപ്പോയില്ല, നൈൽ നദി താണുപോയില്ല. അതിനൊരു പരിരക്ഷ ലഭിച്ചു, അതിന് ഒരു പരിപാലനം രാജകൊട്ടാരത്തിൽ ലഭിച്ചു. പറയുന്ന സാരാംശം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൽ നമ്മൾ ഉണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞ് പരാജയപ്പെടത്തില്ല, നമ്മുടെ കുഞ്ഞ് ദോഷങ്ങളിൽ അകപ്പെടത്തില്ല, നമ്മുടെ തലമുറകൾ നശിച്ചു പോകത്തില്ല, വീണ് പോകത്തില്ല, തകർന്നു പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ജയം പ്രാപിക്കും. നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരാണോ, ആത്മനിയോഗത്താൽ നടക്കുന്നവരാണോ, ദൈവത്തോടു കൂടെ നടക്കുന്നവരാണോ, നമ്മുടെ ജീവിതത്തിൽ രോഗി ഉണ്ടാകത്തില്ല, രോഗിയിൽ സൗഖ്യം പ്രാപിക്കും. രോഗം ഉണ്ടാകത്തില്ലെന്നല്ല, രോഗി സൗഖ്യം പ്രാപിക്കും. ആമേൻ. വിടുതലില്ലാതെ ആരെങ്കിലും വലയുന്നുണ്ട്, വിടുതൽ പ്രാപിക്കും. ജയമില്ലാതെ ആമേൻ തോൽവി അനുഭവിക്കുന്നവങ്ങൾ ജയകരമായി തീരും. ഹല്ലേലൂയ.
ആമേൻ, ഒരു ആത്മനിയോഗത്താൽ നമ്മൾ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മനിയോഗത്താലുള്ളവർക്കല്ലാതെ ലോകത്തിൽ ജയമില്ല. ഹല്ലേലൂയ. ആത്മനിയോഗമില്ലെങ്കിൽ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നാമത് ഞാൻ 4 പോയിന്റുകളാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് ആമേൻ ഇപ്രകാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നോഹയുടെ കാലത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നോഹയുടെ കാലത്ത് പ്രൈസ് ദി ലോർഡ്, ആമേൻ, നോഹയുടെ കാലം കഴിഞ്ഞു പോയത് പ്രകാരമാകുന്നത്. നോഹയുടെ കാലം കടന്നു പോയത് അവസാന സ്റ്റേജായിരുന്നു വെള്ളപ്പൊക്കത്തിലൂടെ. വെള്ളപ്പൊക്കത്താൽ ഒരു ന്യായവിധി, വെള്ളം കൊണ്ടൊരു ന്യായവിധി നോഹയുടെ കാലത്ത് ഉണ്ടാക്കുവാനിടയിൽ തീർന്നു. ആ കാലത്തിൽ നോഹയുടെ കാലം വരെയുള്ള മാനവരാശിയെ ദൈവം ആമേൻ നശിപ്പിച്ചത് ഹല്ലേലൂയ വെള്ളം പൊക്കം വരുത്തി, ജലപ്രളയം വരുത്തിയിട്ടാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി പേര് ആമേൻ നോഹയുടെ കാലത്തില് വെള്ളപ്പൊക്കത്തില് ആമേൻ ജലപ്രളയത്തില് നശിച്ചു പോകുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേര് നശിച്ചു പോകുവാനിടയിൽ തീർന്ന് നോഹയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഒത്തിരി പേര് ലോകമൊക്കെയും ആമേൻ ലോകക്കാരൊക്കെയും നശിച്ചു പോകുവാനിടയിൽ തീർന്നു. അതിൻ്റെ നടുവിൽ നോഹയും കുടുംബവും 8 പേർ, അങ്ങനെ 8 പേർ വെള്ളത്തിലൂടെ അവർ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു എന്നുള്ളതാകുന്നു. ഹല്ലേലൂയ. ആ വെള്ളപ്പൊക്കം എത്ര കാലം ഉണ്ടായിരുന്നു? എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒന്നിനു പുറകെ 120 ദിവസമാകുന്നു. ആമേൻ. ഭൂതലത്തിൽ വെള്ളം കയറി നിറഞ്ഞത്, ജലപ്രളയം ഉണ്ടായത് 120 ദിവസം. 120 ദിവസം കൊണ്ട് ആ കാലത്തിൽ ഉണ്ടായിരുന്ന ആമേൻ പക്ഷി പർവ്വജാതികളും മൃഗാദികളും ഇഴജാതികളും സസ്യജലതാദികളും സർവ്വതും ആമേൻ ആ കാലഘട്ടത്തിൽ ആ ജലപ്രളയത്തിലൂടെ നശിച്ചു പോകുവാനിടയിൽ തീർന്നു. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിലുണ്ടായിരുന്ന നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രം ആ കാലത്തിൽ രക്ഷപ്പെടുവാനിടയിൽ തീർന്നു. അല്ലയോ, അപ്രകാരമാകുന്നു നമ്മുടെ ആലയത്തിൽ എന്ന് ദൈവാത്മാവ് പറയുകയാണ്. നമ്മൾ ചുരുക്കം പേരാണ് പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പെട്ടകത്തിലൂടെ ഒരു രക്ഷ ദൈവാത്മാവ് ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, നോഹയുടെ കാലത്ത് ഒന്നിനു പുറകെ 120 ദിവസം, 150 ദിവസമാണല്ലേ, 150 ദിവസം കൊണ്ട് വെള്ളം കയറി അങ്ങ് നിറഞ്ഞു. ദൈവത്തിന് ന്യായവിധിയാണ്. ആ ന്യായവിധിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ന്യായവിധി സമയത്തില് ആര് ജയം പ്രാപിച്ചു, ലോകത്തിൽ ആര് ജയം പ്രാപിച്ചു എന്നുള്ളതിനെ കുറിച്ച്, ആര് വിടുതൽ പ്രാപിച്ചു എന്നുള്ളതിനെ കുറിച്ച്, ഹല്ലേലൂയ, ആര് രക്ഷ പ്രാപിച്ചു എന്നുള്ളതിനെ കുറിച്ച്, പ്രൈസ് ദി ലോർഡ്, അതിനെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ 150 ദിവസം കൊണ്ട് വെള്ളം കയറി ആമേൻ ഭൂതലത്തിൽ പാർത്തിരുന്ന സകല ജീവജാലങ്ങളും നശിക്കുവാനിടയായി തീർന്നു. സകല സസ്യലതാദികളും നശിപ്പാനിടയായി തീർന്നു. ആമേൻ. അതിൻ്റെ അനന്തരം ആമേൻ ഭൂതലത്തിൽ നിന്ന് ദൈവം പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴയെല്ലാം നിന്നു. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ പെയ്തിറങ്ങിയ മഴ നിന്നു പോയി, ഉറവുകളൊക്കെ അടഞ്ഞു. ആമേൻ. എന്നാൽ ഭൂതലത്തിൽ വെള്ളം വറ്റി വരികയാണ്. അങ്ങനെ നോഹയുടെ പെട്ടകം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 150 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ ആമേൻ ആദ്യം പെട്ടകത്തിൽ നിന്ന് വെള്ളം വറ്റിയോ ആമേൻ കര കാണാൻ തുടങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാവിനെ തുറന്നു വിട്ടു. ആദ്യം ഒരു കാക്കയെ തുറന്നു വിട്ടു, രണ്ടാമത് പ്രാവിനെ തുറന്നു വിട്ടു. എന്നാൽ ആ പ്രാവ് ഹല്ലേലൂയ പറന്നു പോയി, ഭൂതലത്തിലൊക്കെ പറന്നു പോയിട്ട് ഒന്നാമത് തുറന്നു വിട്ടപ്പോൾ ആമേൻ പറന്നു പോയിട്ട് വേഗത്തിൽ മടങ്ങി വന്നു. രണ്ടാമത് തുറന്നു വിട്ടപ്പോൾ അത് ആമേൻ ഒരു ഒലിവിൻ്റെ ഇലയുമായിട്ട് മടങ്ങി വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു ഒലിവിലയുമായിട്ട് കടന്നു വന്നു. ആമേൻ. ഹല്ലേലൂയ. ഒലിവ് ഇല. ആമേൻ. സ്തോത്രം. എന്നാൽ 150 ദിവസം കൊണ്ട് ഭൂതലമാകെ നശിച്ചിരിക്കുകയാണ്.
ഭൂതലമാകെ പ്രതികൂല നിമിത്തം, പ്രതിസന്ധി നിമിത്തം, വെള്ളപ്പൊക്ക നിമിത്തം, ജലപ്രളയം നിമിത്തം നശിച്ചിരിക്കുകയാണ്. ജലപ്രളയം ഉണ്ടായാൽ ഒന്നും ശേഷിക്കത്തില്ല, എല്ലാം നശിച്ചു പോകും. ജലപ്രളയത്തിൽ നശിക്കാത്തതൊന്നുമില്ല. പുറമേ സസ്യങ്ങളായാലും എന്തായിരുന്നു, കുറച്ച് ദിവസം വെള്ളത്തിനടിയിലായപ്പോൾ അതെല്ലാം അഴുകിപ്പോകും കേട്ടോ, അഴുകിപ്പോകും, പിന്നെ രക്ഷപ്പെടത്തില്ല. പ്രൈസലോ. എന്നാൽ ഒന്നിനു പിറകെ ഒരാഴ്ച നിന്നാൽ മതി, അല്ലെങ്കിൽ ഒരാഴ്ച വെയിൽ കിട്ടാതിരുന്നാലും മതി, സസ്യങ്ങളൊക്കെ അഴുകിപ്പോകും. ഹല്ലേലൂയ, ആമേൻ. വെയിൽ കിട്ടാതെ പിന്നെയും പിടിച്ചിരിക്കാം, എന്നാൽ വെള്ളത്തിന് അടിയിലായി പോയാൽ നശിച്ചു പോകും. എന്നാൽ 150 ദിവസം, ഹല്ലേലൂയ, 150 ദിവസം, ആമേൻ, തനിക്കു നേരെ ഒലിവിനെ കുറിച്ച് പറയുന്നത്. പ്രാവ് ഒരു ഒലിവില കൊണ്ടുവന്നു. ആ ഒലിവിനെ കുറിച്ച് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഒലിവിനെ കുറിച്ച്. ഒലിവ് എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ വചനപ്രകാരം ശ്രേഷ്ഠമായ വൃക്ഷമാണ്. ഒലിവിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? ഒലിവെണ്ണ ലഭിക്കുന്നു. അത് ദൈവാത്മാവിനാൽ അഭിഷേക തൈലം അതിൻ്റെ അകത്തലങ്ങളിൽ അടങ്ങി, അഭിഷേകത്താലുള്ള ദൈവാഭിഷേകമുള്ള ഒരു വൃക്ഷമാകുന്നു ഒലിവ്. ഹല്ലേലൂയ. ദൈവാഭിഷേക തൈലം, ഒലിവെണ്ണ, ആമേൻ, ഒരു അഭിഷേക തൈലമാണ് ലോകപ്രകാരം. എന്നാൽ ആ ഒലിവിന് ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ഒലിവിൻ്റെ ജീവിതത്തിൽ, ആ ഒലിവ് വൃക്ഷത്തിൻ്റെ ജീവിതത്തിൽ, ആമേൻ, ലോകത്തിൽ വന്ന ന്യായവിധിയുടെ നടുവിൽ സകല സസ്യാദികളും, ആമേൻ, നശിച്ചു പോയപ്പോൾ താൻ മാത്രം, ഒലിവ് മാത്രം ആ 150 ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ, ജലപ്രളയത്തിൽ നിന്ന് അതിജീവിപ്പാനിടയിൽ തീർന്നു. അത് എന്തിനെന്ന് ചോദിച്ചാൽ, എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അകത്തലങ്ങളിൽ ഒരു അഭിഷേകമുണ്ട്. അതിൻ്റെ അഭിഷേകമാണ് അതിനെ, ആമേൻ, പുറത്തു കൊണ്ടുവരേണ്ടയാക്കിയത്. അത് പിന്നെയും ജീവിപ്പാൻ, ആമേൻ, ലോകത്തിൽ എന്ത് തന്നെ പ്രതികൂലമോ പ്രതിസന്ധിയോ നശിച്ചു പോകുന്ന അനുഭവങ്ങൾ, നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ കയറി വന്നാലും അതിൻ്റെ അകത്തലങ്ങളിൽ ഒരു അഭിഷേകമുണ്ടായിരുന്നത് കൊണ്ട് അത് പിന്നെയും ജലപ്രളയം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് മുളയ്ക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. തൻ്റെ ജീവിതത്തിൽ, ഒലിവിൻ്റെ ജീവിതത്തിൽ താൻ പറയുകയാണ്, ആമേൻ, തൻ്റെ ജീവിതത്തിൽ ലോകത്തോടുകൂടെ ന്യായവിധി ഉണ്ടായി. ഹല്ലേലൂയ. ലോകത്തോടുകൂടെ ന്യായവിധി തനിക്കും ഉണ്ടായി. എന്നാൽ ഒലിവ് വൃക്ഷം ആത്മാഭിഷേകമുള്ള ആത്മതൈലം നിറച്ചു വച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പറയുകയാണ്, ഞാൻ ഒരു നാൾ പുറത്തു വരും. ഈ പ്രതികൂലങ്ങളൊക്കെ അതിജീവിച്ച്, ഈ പ്രതികൂലങ്ങളെ കടന്ന്, ഈ പ്രതികൂലങ്ങളെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 150 ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതികൂലത്തെ അതിജീവിച്ച് ഞാൻ പുറത്തു വരും. ഇതിൽ നിന്ന് ഞാൻ ഞാൻ, ആമേൻ, ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ച് പുറത്തു വരും. ഹല്ലേലൂയ, ആമേൻ. എന്നെ പരാജയപ്പെടുത്തുവാൻ, ആത്മാഭിഷേകമുള്ള എന്നെ പരാജയപ്പെടുത്തുവാൻ, എന്നെ തോൽപ്പിക്കുവാൻ ഈ പ്രതികൂലങ്ങൾക്കൊന്നും സാധ്യമല്ല. ഹല്ലേലൂയ, ആമേൻ. 150 ദിവസത്തെ ന്യായവിധി കൊണ്ട് എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ആമേൻ, ആമേൻ. ഒലിവ് പറയാണ്, ഞാൻ ഒരു നാൾ പ്രിയൻ്റെ മുഖം കാണും. ആമേൻ. ഈ ജലാശയത്തിൽ ഞാൻ നശിച്ചു പോകേണ്ടി വന്നാലും ഞാൻ തോൽക്കത്തില്ല, ഞാൻ വീണ്ടും ജയം പ്രാപിക്കും. എൻ്റെ കർത്താവിന്, എന്നെ സൃഷ്ടിച്ച, ഒലിവ് വൃക്ഷത്തെ സൃഷ്ടിച്ച പ്രിയൻ്റെ മുഖം ഞാൻ കാണും. ഒരിക്കൽ യോബ് പറയുവാനിടയിൽ തീർന്നു. യോബിന് കഷ്ടം വന്നപ്പോൾ, നഷ്ടം വന്നപ്പോൾ, ആമേൻ, ആമേൻ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ യോബ് എഴുന്നേറ്റ് പറയുന്നു, ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും, ഞാൻ എൻ്റെ പ്രിയൻ്റെ മുഖം കാണും. എല്ലാം നഷ്ടപ്പെട്ടവനായി, ആമേൻ, ദേഹസഹിതനായി ഞാൻ ഒരു നാൾ ദൈവത്തിൻ്റെ മുഖം കാണും. അതേപോലെ അത് ആത്മാവ് പ്രാപിച്ചവന് മാത്രമേ, ആത്മീകന് മാത്രമേ, ആത്മാഭിഷേകം പ്രാപിച്ചവന് മാത്രമേ അപ്രകാരം പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. 150 ദിവസമോ 50ഓ 75ഓ 100ഓ ദിവസമോ ആയിപ്പോയെന്നിരിക്കട്ടെ, തോൽക്കത്തില്ല. ആത്മീകൻ തോൽക്കത്തില്ല. ആത്മീക അഭിഷേകം തോൽക്കത്തില്ല. ആമേൻ. ആത്മീക അഭിഷേകം പ്രാപിച്ചവൻ പുറത്തു വരും. എല്ലാ പ്രതികൂലത്തെയും അതിജീവിച്ച് നമ്മൾ രോഗിയായി തീർന്നോ, നമ്മൾ ഭാരപ്പെടുകയാണോ, അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം സൗഖ്യമാക്കി നമ്മളെ പുറത്തു കൊണ്ടുവരും. എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം കർത്താവ് അനുകൂലമാക്കി നമ്മളെ പുറത്തു കൊണ്ടുവരേണ്ടി തീരും. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, നീ വെള്ളത്തിൽ കൂടെ കടക്കും, വെള്ളം നിന്നെ മൂടിക്കളയത്തില്ല.
നദിയിലൂടെ കടക്കും, നദിയിൽ നിന്നെ താഴ്ത്തിക്കളയത്തില്ല. ഹല്ലേലൂയ. ഒന്നാമതായി ഞാൻ പറഞ്ഞ് ഓർപ്പിച്ചതിൽ ആമേൻ നൈൽ നദിയിൽ, ഹല്ലേലൂയ, നൈൽ നദിയിൽ വെച്ച് ഹല്ലേലൂയ മോശ കുഞ്ഞ് താണുപോയില്ല. ദൈവാത്മാവ് പ്രാപിച്ച കുടുംബത്തിലെ കുഞ്ഞ് താണുപോയില്ല, മുങ്ങിപ്പോയില്ല. അവൻ ജയം പ്രാപിപ്പാനിടയിൽ തീർന്നു. അവൻ്റെ ജീവിതം ആമേൻ ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവം ഒരുക്കുവാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠകരമായി തീർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ വെറുതെ വായിക്കുമ്പോൾ മൂന്നാമത് ആമേൻ പ്രൈസ് ദി ലോർഡ് മൂന്നാമത് ഞാൻ ആഗ്രഹിക്കുന്നത് ആമേൻ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-9 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ഇപ്രകാരം ജയമെടുത്ത ഒരു ഹല്ലേലൂയ ഫറവോന്റെ എല്ലാ കുതിരയും വായിക്കണ്ട ആമേൻ ഹല്ലേലൂയ. അങ്ങനെ മോശയുടെ ജീവിതത്തിൽ എന്തായിരുന്നു? മോശ ഹല്ലേലൂയ ഇതിനെ ലോകത്തെ അതിജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഇതേ മോശ ഇപ്പോൾ എവിടെയാണ്? മോശ ആമേൻ ആത്മാഭിഷേകത്താലുള്ളവനാകുന്നൊരു മോശ. ആ മോശ ആമേൻ മോശയെ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ അടിമയാകിയിരുന്ന മിസ്രൈമിലെ ജനത്തെ പുറപ്പെടുവിക്കാൻ ദൈവം നിയോഗിപ്പാൻ ഇടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേൽ മക്കളെ മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലിന്റെ മരുഭൂമിയിലൂടെ ചെങ്കടലിന്റെ സമീപത്ത് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാകുന്നു ഇസ്രായേൽ മക്കളെ ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുവന്നപ്പോഴാകുന്നു അതിന് പുറകെ മിസ്രൈം സൈന്യവും വരുന്നത്. മിസ്രൈം സൈന്യവും അവർ പുറകെ വരികയാണ്. ഹല്ലേലൂയ. അവിടെ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ മക്കൾ ആത്മാഭിഷേകം പ്രാപിച്ച ആത്മനിയോഗത്താൽ പുറപ്പെട്ടവരാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആരാണ്? മോശയാണ് പുറപ്പെടുവിച്ചത്. മോശ ആത്മാഭിഷേകത്താൽ ദൈവനിയോഗത്താലുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ തങ്ങളെ പിന്തുടരുന്ന ഫറവോൻ സൈന്യം ആത്മാഭിഷേകത്താലുള്ളവരല്ല, ലോകപ്രകാരമുള്ളവരാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ആത്മാവിൽ പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ, അവർക്ക് വേണ്ടി ദൈവം ചെങ്കടലിൽ ഒരു പാത തുറക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആത്മാഭിഷേകത്തോടുള്ള ആത്മനിയോഗത്താൽ ആത്മീക നടത്തിപ്പുകളോട് കൂടെയുള്ള ആത്മീക മക്കൾക്ക് നടക്കുവാൻ വേണ്ടി ദൈവം ചെങ്കടലിനെ വിഭജിച്ച് ഹല്ലേലൂയ അവർക്കൊരു പാത തെളിച്ചപ്പോൾ അതിലൂടെ ഇസ്രായേൽ മക്കൾ ആത്മനിയോഗപ്രകാരമുള്ള ദൈവമക്കള് അതിലൂടെ കടന്നുപോയി, അക്കരയ്ക്ക് കടന്നുപോയി. അതേ സ്ഥാനത്ത് ഇസ്രായേൽ മക്കൾ കടന്നുപോയ പാതയിൽ മിസ്രൈം സൈന്യം കടന്നുപോകുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ ആത്മനിയോഗമുള്ള ആത്മാഭിഷേകമുള്ള ആമേൻ നടത്തിപ്പുള്ള ഇസ്രായേൽ മക്കൾ അക്കരെ കയറിയപ്പോൾ മിസ്രൈം ആത്മനിയോഗമില്ലാത്ത, ആത്മീകമായി നടക്കാത്ത, ആത്മീകമായി ദൈവത്തെ ആരാധിക്കാത്ത മിസ്രൈം സൈന്യം പുറകെ വന്നു. ആമേൻ. ആ സന്ദർഭത്തിലാകുന്നു പ്രഭാതയാമങ്ങളിൽ ദൈവം അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് ഹല്ലേലൂയ ഫറവോനും സൈന്യത്തെയും ആത്മനിയോഗത്താൽ പുറപ്പെട്ടവരെ പുറകെ അനുഗമിച്ചവരെ ആമേൻ ഫറവോൻ സൈന്യത്തെ നോക്കി. ഹല്ലേലൂയ, ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, നീ വടിയെടുത്ത് തിരികെ ചെങ്കടലിൽ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ ചെങ്കടലിൽ ആമേൻ ഹല്ലേലൂയ ഫറവോന്റെയും സകല സൈന്യങ്ങളുടെയും പുറത്ത് ഓടുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. അവർ വെള്ളത്തിൽ മുങ്ങുവാനിടയെ തീർന്നു. മിസ്രൈം ആത്മനിയോഗമില്ലാത്ത ഒറ്റ മനുഷ്യനും ചെങ്കടലിൽ കടന്നില്ല. ആത്മപ്രകാരം പ്രയാണം ചെയ്ത ഇസ്രായേല് അക്കരെ കടന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മപ്രകാരം ആത്മാഭിഷേകത്താൽ നമ്മൾ മുന്നോട്ട് പോകണം.
തോൽവിയില്ല. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളെ നയിപ്പാനിടെ തീരും. നമ്മൾ വീഴത്തില്ല, നമ്മൾ താണു പോകത്തില്ല, നമ്മൾ മുങ്ങിപ്പോകത്തില്ല. എന്നാൽ മിസ്രൈം സൈന്യം അവിടെ മുങ്ങുവാനിടയായി തീർന്നു. ചെങ്കടൽ അവരെ മൂടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ദൈവമക്കൾ അഭിഷേകത്താലുള്ള ദൈവമക്കളാണോ? നമ്മൾ മുങ്ങുവാൻ ദൈവം കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15:16 വായിച്ചാലും. പുറപ്പാട് പുസ്തകം 15:16. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജമഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. നിൻ ഭുജബല ഭയവും ഭീതിയും. പുറപ്പാട് പുസ്തകം 15:16 തന്നെ. അതെ, ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജമഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. വേണ്ട, അതല്ല വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15:16. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവജനം, ആത്മാഭിഷേകമുള്ളവര് അക്കരെ കടപ്പാനിടയെ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാഭിഷേകമുള്ളവരാണോ? ആത്മാവ് പ്രാപിച്ചിട്ടുള്ളവരാണോ? നമ്മൾ ആത്മാവ് പ്രാപിക്കാനും നമ്മൾ അക്കരെ കടക്കത്തില്ല. ഹല്ലേലൂയ. ആത്മീയരായിട്ട് ജീവിപ്പാൻ ദൈവാത്മകർത്ത ആത്മാനം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ. ആത്മീയരെ ഓർത്ത്, ആത്മാവിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 14:13 അതിന് മോശെ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആമേൻ. അങ്ങനെ ദൈവം കർത്താവ്, ആമേൻ, സ്തോത്രം, ആമേൻ, ഇസ്രായേൽ മക്കൾക്ക് ജയം നൽകുവാനിടയെ തീർന്നു. തങ്ങളെ വേട്ടയാടി തന്നെ പിന്തുടർന്നു വന്ന, തങ്ങളെ അടിമയാക്കി വച്ചിരുന്ന ഫറവോനും സൈന്യത്തെയും ആത്മീകരല്ലാത്ത അനാത്മീകരാകുന്ന, ആമേൻ, സകല ഭൂതല മാനവരാശിയെയും ദൈവം അന്ന് ചെങ്കടലിൽ മുക്കുവാനിടയെ തീർന്നു. എന്നാൽ ദൈവാത്മാവ് പ്രാപിച്ചവർക്ക് വേണ്ട, വായിക്കണ്ട, നമ്മുടെ കുഞ്ഞിന്, ആമേൻ, എബ്രായ കുഞ്ഞിന്, ദൈവത്തിന് ആരാധന കൊടുക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ, അവരുടെ ജീവിതത്തിലുള്ള അവരുടെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന് ഒരു തോൽവിയുമില്ല. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കൾക്ക് ഒരു പരാജയവുമില്ല. അവർ അക്കരെ കടപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടി വേഗത്തിൽ വായിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, മത്തായി സുവിശേഷം 14:22 വായിച്ചാലും. അവിടെ യഹൂദന്മാരുടെ രാജാവായ കർത്താവായ യേശു താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 14 അതിന്റെ 22-23. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. തനിക്ക് മുമ്പായി യേശു അവിടെ പറയപ്പെടുന്നത്, ആമേൻ, ഹല്ലേലൂയ, യേശു ആരാകുന്നു? ഇസ്രായേലിന്റെ രാജാവാകുന്നു, അല്ലെ? ഇസ്രായേലിന്റെ ദൈവമാകുന്നു. ആ കർത്താവായ യേശു താൻ ഈ ലോകത്തിൽ, ആമേൻ, ശുശ്രൂഷിച്ചപ്പോൾ താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആമേൻ, 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഒത്തിരി അങ്ങനെ ലോകത്തിലെ ശുശ്രൂഷയുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ആ ഒരു സന്ദർഭത്തില് ആമേൻ, ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയും, തനിക്ക് മുമ്പായി താൻ അക്കരയ്ക്ക് പോകുമെന്ന് ശിഷ്യന്മാരോട് പറയുന്നിടയെ തീർന്നു. ഹല്ലേലൂയ. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുവാൻ പറയുന്നിടയെ തീർന്നു. ആ വചനം വായിച്ചാൽ, പിന്നെ ഒന്നുകൂടി വായിച്ചാലും. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവരെ അങ്ങനെ ശിഷ്യന്മാർ യേശു പറഞ്ഞ പ്രകാരം ശിഷ്യന്മാര് പടകിലേറി
ആമേൻ സമുദ്രത്തിലൂടെ അങ്ങ് യാത്ര പുറപ്പെടുവാനിടയായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആമേൻ സമുദ്രത്തില് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളായപ്പോൾ അവരങ്ങനെ ഒത്തിരി സമുദ്രത്തിലൂടെ അങ്ങനെ പടകിൽ അവർ കയറിയിരുന്ന പടകിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ദൂരം കഴിഞ്ഞപ്പോൾ കടലിൻ്റെ നടുവിലെത്തിയപ്പോഴാകുന്നു ആമേൻ അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അങ്ങോട്ട് ആഞ്ഞടിപ്പാനിടയിൽ തീർന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പടകിൽ അങ്ങോട്ട് ഹല്ലേലൂയ പ്രതികൂലങ്ങൾ അങ്ങോട്ട് ആഞ്ഞടിപ്പാനിടയിൽ തീർന്നത്. അതിൻ്റെ നടുവിൽ ക്രൈസ്തലോട് യേശു നോക്കിയപ്പോൾ താൻ കരയിലും തൻ്റെ ശിഷ്യന്മാർ കടലിൻ്റെ നടുവിൽ വളരെ പ്രതികൂലങ്ങളുടെ നടുവിലുമായിരിക്കുകയാണ്. ആമേൻ അവർ തണ്ടുവലിച്ചു വലയുകയാണ്. അവർ വളരെ പ്രതികൂലങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവത്തോടു കൂടെ നടക്കുന്നവരാണോ, ദൈവത്തെ പാടി സ്തുതിക്കുന്നവരാണോ, കർത്താവിനെ അനുഗമിക്കുന്നവരാണോ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നവരാണോ, നമ്മൾ ആത്മാഭിഷേകം പ്രാപിച്ചവരാണോ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണോ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണോ, ആത്മാവിൽ പ്രവചിക്കുന്നവരാണോ, ആത്മാവിൽ പ്രസ്താവിക്കുന്നവരാണോ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും ആമേൻ ദൂരത്ത് നിന്ന് നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, നമ്മെ കേൾക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു കർത്താവ്, നമ്മളെ രക്ഷിപ്പാൻ മതിയായവനായ ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആമേൻ തൻ്റെ ശിഷ്യന്മാർ ആമേൻ ആഴിയുടെ നടുവിൽ വലയുമ്പോൾ അവൻ യാശു അവൻ ആഴിയുടെ നടുവിലൂടെ ആഴത്തിൻ്റെ പുറത്തുകൂടെ കടലിൻ്റെ പുറത്തുകൂടെ അവൻ രാത്രിയുടെ യാമങ്ങളിൽ ശിഷ്യന്മാരുടെ പടകിൻ്റെ അരികിൽ വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ മോശയ്ക്ക് ഒരു പെട്ടകത്തിലൂടെയാണ് രക്ഷ ലഭിക്കാനിടയിൽ തീർന്നത്. ഒരു പെട്ടകത്തിൽ ഒരു പരിരക്ഷ ലഭിച്ചു. എന്നാൽ പിന്നത്തേതിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പിന്നത്തേതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒലിവ് വൃക്ഷത്തെക്കുറിച്ച്. ഒലിവ് വൃക്ഷത്തിൽ അതിൻ്റെ അകത്തലങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അഭിഷേക തൈലത്താൽ അത് ജയം പ്രാപിച്ചു. അഭിഷേകം നിമിത്തം അത് പ്രതികൂലത്തെ ഒലിവ് രക്ഷപ്പെടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതേപോലെ ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ്. അതേപോലെ രക്ഷ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ആമേൻ ആമേൻ ഫറവോനും സൈന്യവും ചങ്കടൽ മുങ്ങിയല്ലേ. എന്നാൽ ഇസ്രായേൽ ജനം എങ്ങനെയാണ്? ഇസ്രായേൽ ജനത്തെ, വലിയൊരു ജനത്തെ ദൈവം രക്ഷിച്ചത് കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോകുമാറാക്കി, നടത്തി. പ്രതികൂലങ്ങളുടെ നടുവിലൂടെ അവരെ നടത്തി. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിലൂടെ അവരെ നടത്തി. ആമേൻ ആമേൻ. ആത്മീകരെ ആത്മാഭിഷേകമുള്ളവനെ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടത്തും. ഒരു ദോഷം അവർക്ക് ഭവിക്കത്തില്ല. ആമേൻ. പ്രതികൂലങ്ങൾക്ക് അവരുടെ ഇരുഭാഗത്തും ആമേൻ മാറി നിൽക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഒരു മലയോട്, വിശ്വാസത്താൽ ഒരു മലയോട് ആമേൻ, ഒരു രോഗത്തോട് ആമേൻ, ഒരു ഭാരത്തോട് മാറിപ്പോകാൻ പറഞ്ഞത് മാറിപ്പോകും. ഹല്ലേലൂയ ആമേൻ. ആത്മാഭിഷേകമുള്ളവന് ആമേൻ ആമേൻ സ്തോത്രം. പ്രതികൂലങ്ങൾ അവൻ്റെ മുമ്പിൽ മാറി നിൽപ്പാനിടയിൽ തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാര് പടകിൽ വലയുകയാണ്. അതേ സ്ഥാനത്ത് യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. അതേ സ്ഥാനത്താകുന്നു യേശു തൻ്റെ ശിഷ്യന്മാർ വലയുന്ന സമുദ്രത്തിൽ, കടലിൽ ആഴിയുടെ നടുവിൽ വലയുന്നതായി കാണുവാൻ കഴിഞ്ഞു. യേശു അപ്പോൾ തന്നെ ആമേൻ തൻ്റെ ശിഷ്യന്മാരുടെ ആമേൻ പടകിന് നേരെ നടന്നു വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. പടകിന് നേരെ. ഹല്ലേലൂയ. അതൊന്ന് വായിച്ചാലും ദയാസിയെ 14:22 മുതൽ ചില വചനങ്ങൾ. മത്തായി 14:22 മുതൽ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. മത്തായി സുവിശേഷം മത്തായി 14:22 മുതൽ ചിലത്. മത്തായി അവിടെ രാത്രിയുടെ യാമങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ആമേൻ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിലേക്ക് വരികയാണ്.
ഉടനെ യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന പടകോ കരവിട്ട് പലദൂര നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ആമേൻ, ആമേൻ. മതി, തുറന്ന് വായിക്കണം. ആമേൻ. ഇവിടെ ആമേൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ ആമേൻ നടക്കുന്ന, ദൈവത്താൽ മുന്നേറുന്ന തൻ്റെ ശിഷ്യന്മാര്, ദൈവത്താൽ അയക്കപ്പെട്ട, ദൈവാത്മാവിനാൽ അയക്കപ്പെട്ട ദൈവം എന്ന കർത്താവ് ആരാണ്? ആമേൻ. ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ടവനാകുന്നു യേശു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവൻ, ആ ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവനാകുന്നു യേശു. ആ യേശു ആകുന്നു തൻ്റെ ശിഷ്യന്മാരെ അയപ്പാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ഇപ്പം ശിഷ്യന്മാർ പ്രതികൂലത്തിൽ പെട്ടപ്പോഴേ ആമേൻ ആത്മനിയോഗത്താൽ യേശു വെള്ളത്തിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശുവിൻ്റെ ആമേൻ ശിഷ്യന്മാരുടെ പടകിനോട് യേശു അടുത്തപ്പോൾ യേശു അതിൻ്റെ 20 വചനത്തിൻ്റെ 25 മുതൽ അങ്ങോട്ട് വായിച്ചാലും, കാറ്റ് പ്രതികൂലമാകയാൽ 14-ന്റെ 25 മുതൽ. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശീമോൻ ഭ്രമിച്ചു. ശീമോൻ വിളിച്ചു, അത് ഒരു ഭൂതം എന്ന് പറഞ്ഞു. പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവിടെ ഇപ്പോൾ തന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയുന്ന സാരാംശം എന്ന് പറയുന്നത് ആമേൻ പത്രോസും തൻ്റെ ശിഷ്യന്മാരെല്ലാവരും പടകിലുണ്ട്. ആമേൻ. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കടൽക്കരയിൽ നിന്നാകുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അതിൽ പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. മീൻപിടുത്തക്കാരൻ എവിടെയായിരുന്നു? കടലിൽ നിന്ന് മീൻ പിടിക്കുന്നവനായിരുന്നു. കടലിലെ ജയിച്ചവനാകുന്ന പത്രോസ്. കടലിലെ സമുദ്രത്തെ ജയിച്ചവൻ. കടലിൽ എങ്ങനെ പോകണം, കടലിൽ എപ്രകാരം കടന്നു പോകണം, ഏത് സമയത്ത് പോകണം, എന്തൊക്കെ കടലിലുണ്ടാകും എന്നൊക്കെ നന്നായി അറിയുന്നവനാണ് പത്രോസ്. ഹല്ലേലൂയ. ഇപ്പോഴേ ആമേൻ എങ്ങനെ പോകണം, എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് നല്ലവണ്ണം അറിയാവുന്നവനാകുന്നു. കടലിൽ പോയാൽ കൊടുങ്കാറ്റുണ്ട്, ചുഴലിക്കാറ്റുണ്ട്, പ്രതികൂലമുണ്ട്, കടലിൽ വീണുപോയ താണുപോകും. നന്നായി അറിയാവുന്നവനാണ് പത്രോസ്. ഹല്ലേലൂയ. അവിടെ ഇപ്പോൾ പത്രോസ് പടകിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ആമേൻ സമുദ്രത്തിലൂടെ ആഴത്തിന് മീതെ നടക്കുമ്പോൾ അവർ ഭൂതമെന്ന് കണ്ട് ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു. ആഴിയെ ജയിച്ചവനാകുന്ന കർത്താവ്, ആഴത്തെ ജയിച്ചവൻ ആഴിയുടെ മേൽ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ആമേൻ യേശുവിനെ കണ്ട് ഭയപ്പെടുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അതിനോട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട ഞാനാകുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീയാകുന്നുവെങ്കിൽ ഞാനും വെള്ളത്തിലൂടെ നിന്റെ അടുക്കൽ വരേണ്ടതിന് ഒന്ന് കൽപ്പിപ്പാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് കൽപ്പിപ്പാൻ പറഞ്ഞു. അതിന് യേശു കൽപ്പിച്ചില്ല, വരുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലെ പത്രോസ് അങ്ങോട്ട് ആ വെള്ളത്തിൻ്റെ പുറത്തങ്ങോട്ട് ഇറങ്ങുവാനിടയായി. യേശു ഇപ്പോഴേ യേശു വെള്ളത്തിന് മീതെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴിയെ ജയിച്ചവൻ, ആഴങ്ങളെ ജയിച്ചവൻ, ആഴിയെ സൃഷ്ടിച്ചവൻ ആകുന്ന കർത്താവ്, സകലത്തെ സൃഷ്ടിച്ചവനാകുന്ന സൃഷ്ടാവാകുന്ന കർത്താവ് യേശു ഇപ്പോൾ ആഴിയുടെ പുറത്ത്, ആഴത്തിൻ്റെ പുറത്ത്, വെള്ളത്തിൻ്റെ പുറത്ത്, സമുദ്രത്തിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നടന്നു വന്ന് നിൽക്കുകയാണ്. അപ്പോഴാകുന്ന പത്രോസ് ചോദിക്കുന്നത്, കർത്താവേ, നീയാകുന്നുവെങ്കിൽ, ആദ്യം അവർ പേടിച്ചിട്ട് പറഞ്ഞു, ഭൂതമെന്ന് കരുതി നിലവിളിച്ചു. അതിനാണ് യേശു പറഞ്ഞു, ഞാനാകുന്നു, ധൈര്യപ്പെടുവീനെന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട, ഞാനാകുന്നു പറഞ്ഞു. അതിന് മറുപടി പറയാൻ വേണ്ടി പറയാൻ യേശു ഇങ്ങനെ പറയാനിടയായിരുന്നു. ഹല്ലേലൂയ. ഞാനും നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പത്രോസ് ചോദിച്ചതിന്
വരാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞത് ഇപ്രകാരം, ഞാൻ നിന്റെ അടുക്കൽ വരേണ്ടതിന് വെള്ളത്തിൻ്റെ മീതെ നടന്നു വരേണ്ടത് ഒന്ന് കൽപ്പിക്കാൻ പറഞ്ഞു. എന്നാൽ കർത്താവ് കൽപ്പിച്ചില്ല, വരുവാൻ വേണ്ടി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വെള്ളത്തിൻ്റെ പുറത്ത് ജലാശയത്തെ അതിജീവിച്ച് വെള്ളത്തിൻ്റെ പുറത്ത് നടക്കുന്ന യേശു വിശ്വാസത്തിന് നായകനായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന് നായകനാണ്. വിശ്വാസത്തിൽ അല്ലാതെ യേശുവിൻ്റെ അരികിൽ പോകാൻ സാധ്യമല്ല. പത്രോസല്ല, ഏത് ശിഷ്യനോ ആരോ ആയിക്കൊള്ളട്ടെ, യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാതെ യേശുവിൻ്റെ അരികിൽ നടന്നു പോകാൻ സാധ്യമല്ല. ശിഷ്യൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, നിന്റെ അടുക്കൽ വരുവാൻ വേണ്ടി ഒന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. കൽപ്പിക്കുന്നതൊക്കെ പഴയ നിയമപ്രകാരമാണ് കേട്ടോ, പഴയ നിയമപ്രകാരമാണ് കൽപ്പനകളൊക്കെയും. ആമേൻ. ആ കൽപ്പന പ്രകാരമല്ല യേശു തൻ്റെ ശിഷ്യന്മാരെ നടത്തുന്നത്, വിശ്വാസത്താലാകുന്നു. യേശുവിൻ്റെ അടുക്കൽ ആമേൻ കടന്നു വരണമെങ്കിൽ വിശ്വാസത്തോടു കൂടി വരയണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ ആമേൻ, ഹല്ലേലൂയ, എന്നാൽ ഇസ്രായേൽ മക്കൾ മുൻപേ കടന്നുപോയത് എങ്ങനെയാണ്? അവർ പൂർണ്ണ വിശ്വാസികളായിരുന്നില്ല. കുറെ പേര് വിശ്വാസിയും കുറച്ചുപേര് അവിശ്വാസികളും അങ്ങനെ ഇടകലർന്ന വിശ്വാസത്തിൽ പോയും വന്നുമൊക്കെ ഇരിക്കുന്ന ആൾക്കാരാകുന്നു. ചെങ്കടലിലൂടെ നടത്തിയത്, ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾ നടത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ നടന്നു പോയില്ലേ ചെങ്കടലിന്റെ നടുകിലൂടെ? ഇപ്പോൾ അതേ സ്ഥാനത്ത് പുതിയ നിയമത്തില് ശിഷ്യൻ പത്രോസ് വെള്ളത്തിന്റെ നടുവിലൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കർത്താവിനോട് കൽപ്പിക്കാൻ പറയാണ്. കർത്താവ് കൽപ്പിച്ചാൽ എല്ലാം സാധ്യമാകും. കർത്താവ് കൽപ്പിച്ചിട്ടാണ് സകലതും സാധ്യമായിരിക്കുന്നത്. എല്ലാം ഉളവായത് കർത്താവ് കൽപ്പിച്ചിട്ട്. അതുകൊണ്ട് പത്രോസിനറിയാം, കർത്താവ് കൽപ്പിച്ചാൽ എനിക്ക് വെള്ളത്തിന്റെ പുറത്തുകൂടി നടന്നു പോകാൻ കഴിയും. അതുകൊണ്ടാണ് കൽപ്പിപ്പാൻ പറഞ്ഞത്. എന്നാൽ കർത്താവ് യേശു കടന്നു വരാൻ പറഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുകയാണെങ്കിൽ കടന്നു വരാം വിശ്വാസത്താൽ. എന്നാൽ പത്രോസ്, ആമേൻ, ആമേൻ, പത്രോസിൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പ്രതികൂലങ്ങൾ കണ്ടിട്ടുള്ളവനാണ്. ഒത്തിരി, ഹല്ലേലൂയ, ആമേൻ, തിരകളും തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒക്കെ അതിജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പത്രോസ്. ആ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ കടന്നു പോകുന്ന സന്ദർഭത്തിൽ തൻ്റെ വിശ്വാസത്തിൽ ആമേൻ ഭംഗം വന്നുപോയി. ആമേൻ, താൻ ഭയപ്പെട്ടു പോയി. കാറ്റും കടലും കോളും ഇളകിയപ്പോൾ ആമേൻ അത് കണ്ട് പത്രോസ് ഭയപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവിടെ വായിക്കുമ്പോൾ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിപ്പോകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയേ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. വചനങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ആമേൻ, പിള്ളേരാരും ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെ യേശു പറയുന്ന അല്പവിശ്വാസിയേ, നമ്മുടെ ലോകത്തെ കണ്ട്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടുന്നവരാണ്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർത്താവ് നമ്മളെ പരാജയപ്പെടുവാൻ ഇടവരുത്തത്തില്ലെന്നുള്ള വിശ്വാസം നമ്മൾ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മൾ വീണു പോകത്തില്ല, താണു പോകത്തില്ല, മുങ്ങിപ്പോകത്തില്ല, നമ്മൾ നശിച്ചു പോകത്തില്ലെന്നുള്ള വിശ്വാസമാണ് നമ്മൾ നടത്തുന്നത്. നേരെ മറിച്ച് നമ്മുടെ നേരെ ഉണ്ടാകുന്ന പ്രതികൂലത്തെ കണ്ട് നമ്മൾ ഭയപ്പെടുവാൻ തയ്യാറായാൽ നമ്മൾ ഭയപ്പെട്ടത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭവിപ്പാനിടയായി തീരും. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരായി തീരണം. ഒരിക്കലും ഇയ്യോബ് പറഞ്ഞില്ലേ, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ആമേൻ. അത് വിശ്വാസത്തിൽ പൂർണ്ണത അത് ഉണ്ടാകുന്നു, പൂർണ്ണത വരാത്തത് കൊണ്ടാകുന്നു. ആമേൻ. അങ്ങനെ പറയുവാനിടെ, അങ്ങനെ സമീപിപ്പാനിടത് ഭയപ്പെടുന്നത് തന്നെ ഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നമ്മൾ കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ എല്ലാ പ്രതികൂലത്തെയും നമ്മൾ ജയിപ്പാനിടയത്ത്. നമ്മൾ താണു പോകത്തില്ല, നമ്മൾ വീണു പോകത്തില്ല, നമ്മൾ മുടിഞ്ഞു പോകത്തില്ല, നമ്മൾ രോഗിയായി മരിച്ചു പോകത്തില്ല. എല്ലാ തലത്തിലും ദൈവം നമ്മളെ രക്ഷിപ്പാനിടയിൽ തീരും.
എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ ആമേൻ ആമേൻ അവർ ഒരു കാലിങ്ങനെ എടുത്തു വച്ചു. പത്രോസ് ഇങ്ങനെ യേശുവിൻ്റെ വെള്ളത്തിൻ്റെ മേൽ നിൽക്കുന്ന, ജലത്തെ ആഴിയെ ജയിച്ചവനാകുന്ന യേശുവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ ആമേൻ കടന്നു പോകുവാൻ വേണ്ടി പടകിൽ നിന്ന് പത്രോസ് കാല് ഒന്നാമത് ഇങ്ങനെ എടുത്തു വച്ചപ്പോൾ താണു പോയില്ല. രണ്ടാമത് എടുത്തു വെച്ച് മൂന്നാമത് എടുത്തു വെച്ചപ്പോഴങ്ങ് താണു പോവുകയാണ്. ഹല്ലേലൂയ. അതൊരു പരീക്ഷാ കാലഘട്ടം. അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു യേശു അങ്ങനെ വരുവാൻ പറഞ്ഞത്. നേരെ മറിച്ച് യേശു കൽപ്പിച്ചിരുന്നുവെങ്കിൽ പത്രോസിന് താഴാതെ യേശുവിൻ്റെ അടുക്കൽ എത്താൻ കഴിയുമായിരുന്നു. നേരെ മറിച്ച് വരുവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആ വാക്ക് വിശ്വസിച്ചിരുന്നു എങ്കിൽ, യേശുവാണ് പറഞ്ഞത്, ആമേൻ, ആ വാക്കിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, പൂർണ്ണമായി വിശ്വസിച്ചിരുന്നുവെങ്കിൽ പത്രോസ് മുങ്ങിപ്പോകാതെ യേശുവിൻ്റെ അരികിലെത്താൻ കഴിയുമായിരുന്നു. നേരെ മറിച്ച് ആമേൻ അല്പം വിശ്വാസക്കുറവ് വന്നിട്ട്, അവിശ്വാസം കൂടി കടന്നു വന്നിട്ട്, പ്രതികൂലം കണ്ട് ഭയന്നിട്ട് പേടിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ആ വിശ്വാസം പോയി. വിശ്വാസം കുറവ് വന്നു. യേശുവിൻ്റെ അടുക്കിലെത്തുവാൻ ആമേൻ എത്തുമ്പോൾ താണു പോയിരുന്നു. അതിനെ ആ പത്രോസിനെ കരം പിടിച്ച് ഉയർത്തിയിട്ട് യേശു ചോദിക്കുന്ന കാര്യമാണ്, ഹല്ലേലൂയ, അല്പവിശ്വാസിയെ നീ ഭയപ്പെട്ടതെന്ത്? ആമേൻ. അല്പവിശ്വാസിയെ നീ ഭയപ്പെട്ടതെന്ത്? ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആമേൻ, ആത്മനിയോഗമുള്ളവൻ താണു പോകത്തില്ല. ആത്മനിയോഗമുള്ളവൻ മുങ്ങിപ്പോകത്തില്ല. ആത്മനിയോഗമുള്ളവർ നടത്തുന്നവർ ഹല്ലേലൂയ ഒരിടത്തും പരാജയപ്പെടത്തില്ല. ആമേൻ. യേശു ആത്മാവിൽ ജനിച്ച, ആത്മാവിൽ വളർന്നവനാകുന്നു. അവൻ ആത്മാവാകുന്നു. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. അവൻ ആദിയോട് അന്ത്യമുള്ളവനാകുന്നു. ആ കർത്താവ് സകലത്തെയും ജയിച്ചവനാകുന്നു. ആഴിയെ ജയിച്ചവൻ, ആഴത്തെ ജയിച്ചവൻ, ആകാശത്തെ ജയിച്ചവൻ, സകലത്തെയും ജയിച്ചവനാകുന്ന യേശു ഇപ്പോൾ ആഴിയുടെ പുറത്തുകൂടെ നടന്നു വരികയാണ്. നമ്മളൊക്കെയും ആഴിയുടെ പുറത്തുകൂടെ നടക്കുവാൻ ശ്രമിച്ചാൽ നമ്മളൊക്കെ നടക്കത്തില്ല, അല്ലേ? നടക്കത്തില്ല. ആഴിയുടെ പുറത്തൂടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പുറത്തൂടെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല. യേശുവില്ലാതെ നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയില്ല. വെള്ളം കാണുമ്പോൾ നമ്മൾ തന്നെ പേടിച്ച് ഓടും, അല്ലെങ്കിൽ പെരുവെള്ളം കാണുമ്പോൾ പേടിച്ചോടും. കാമയത്തി ആഴമുള്ള പ്ലേസ് കണ്ട് പറയും, അയ്യോ അവിടെ മുങ്ങിപ്പോകും, അങ്ങോട്ട് പോകരുതെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരെ മറിച്ച് ആ വെള്ളത്തിൽ ഒത്തിരി അഭ്യാസം പ്രാപിച്ചിട്ട് ആ വെള്ളത്തിൽ കൂടെ നീന്തി അക്കരയ്ക്ക് പോകണമെന്നൊന്ന് ആഗ്രഹിച്ചിട്ട് നമ്മളങ്ങ് ശ്രമിച്ചാൽ ആ നീന്തൽ അറിയാവുന്നവർക്ക് ആമേൻ അതിലൂടെ നീന്തി പോകാൻ കഴിയും, നീന്തി അക്കരയ്ക്ക് പോകുവാൻ കഴിയും. അതിൽ അഭ്യാസം പ്രാപിച്ചവർക്ക്, അതിൽ വിശ്വാസം പ്രാപിച്ചവർക്ക് നീന്തി അക്കരയ്ക്ക് പോകുവാൻ കഴിയും. അല്ലാത്തവർക്കും നീന്തി പോകാൻ കഴിയും. അതേ സ്ഥാനത്ത് ആമേൻ എങ്ങനെ വിശ്വാസം പ്രാപിച്ചാലും ഒരു മനുഷ്യന് വെള്ളത്തിന്റെ പുറത്തോടെ നടന്നു പോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എത്ര തന്നെ ആമേൻ ഹല്ലേലൂയ അഭ്യാസം പ്രാപിച്ചിരുന്നാലും അവന് നീന്തിയേ പോകാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ വാക്കൊന്ന് കേട്ട് വിശ്വസിക്കുവാൻ തയ്യാറായാലുണ്ടല്ലോ, വെള്ളത്തിൻ്റെ പുറത്തുകൂടെ നടക്കും. അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പ്രതികൂലങ്ങളുടെ നടുവിലൂടെ, പ്രതിസന്ധികളുടെ നടുവിലൂടെ, രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ ആമേൻ പ്രയാസജനകമാകുന്ന ഈ ലോകത്തിൻ്റെ നടുവിലൂടെ നമ്മൾ ജയം പ്രാപിപ്പാനിടയെ തീരും. നമ്മൾ ആത്മീക മനുഷ്യനാണോ, ആമേൻ അഭിഷേകത്തോടുകൂടെ നടക്കുന്നവനാണോ, ഈ ലോകത്തെ നമ്മൾ ജയിപ്പാനിടയെ തീരും. ആഴിയെ ജയിപ്പാനിടയെ തീരും. നമ്മൾ ദൈവ വിശ്വാസത്തിൽ മുന്നേറുക. ഹല്ലേലൂയ. ദൈവവിശ്വാസം ഇല്ലാത്തവർ ആരും ജയം പ്രാപിച്ചില്ല. ആമേൻ. നോഹയുടെ കാലത്ത് ദൈവത്തിൽ വിശ്വസിക്കാത്ത മുഴുവൻ ജീവജാലങ്ങളും പർവ്വജാതികളും മൃഗാദികളും എല്ലാം നശിപ്പാനിടയെ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ആത്മാഭിഷേകം പ്രാപിച്ച ഒലിവ് താൻ പുറത്തു വരുവാനിടയെ തീർന്നു. യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ ഞാൻ ഒരു നാൾ ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ജീവിപ്പാനിടയെ തീർന്നു. തൻ്റെ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആമേൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ ആത്മനിയോഗത്താൽ ആത്മാഭിഷേകമുള്ളവർ നയിച്ച ആമേൻ ആ ഇസ്രായേൽ മക്കൾ ആമേൻ അവർ
അക്കരയ്ക്ക് ചെങ്കടലിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. അതേ സ്ഥാനത്ത് ദൈവത്തിൽ വിശ്വസിക്കാത്ത മിസ്രൈം സൈന്യം വെള്ളത്തിൽ മുങ്ങുവാനിടയായി, മുങ്ങിച്ചാവുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഇവിടെ കർത്താവിൽ വിശ്വസിക്കുകയാണോ? ആമേൻ. യേശു ആമേൻ ഇവിടെ യേശു വെള്ളത്തിലൂടെ പ്രതികൂലങ്ങളുടെ നടുവിലെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്ന യേശുവിനെ കണ്ടിട്ട് ശിഷ്യൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഞാനും ആമേൻ നിന്റെ അടുക്കലേക്ക് വരുവാൻ വേണ്ടി ഒന്ന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. അതിന് യേശു കൽപ്പിച്ചില്ല, കൽപ്പനയല്ല. ആമേൻ. യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതി, ഒരു വാക്കുമതി. അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ വരിക, എങ്കിലേക്ക് വരിക. എന്നാൽ നീ വിശ്വാസത്തോടുകൂടെ വരികയാണെങ്കിൽ നീ മുങ്ങിപ്പോകത്തില്ല. ആമേൻ. ആത്മനിയോഗത്തോട് ആത്മാഭിഷേകത്തോടു കൂടെയാണ് യേശുവിൻ്റെ അരികിൽ വരുന്നതെങ്കിൽ നീ തോൽക്കത്തില്ല, നിന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ ജയം പ്രാപിക്കും, നീ വിടുതൽ പ്രാപിക്കും, നീ അനുഗ്രഹം പ്രാപിക്കും, നീ നന്മ തന്നെ പ്രാപിക്കും, നീ ഉയർച്ച തന്നെ കാണും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രമല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു പത്രോസ്, ഹല്ലേലൂയ, ആമേൻ, യേശുവിൻ്റെ അരികിലെത്തുമ്പോൾ ആമേൻ തൻ്റെ തങ്ങളുടെ അവിശ്വാസം നിമിത്തം അവർ താണുപോയി. നമ്മുടെ ജീവിതത്തിൽ നാളുകളിൽ നമ്മൾ ആരെങ്കിലും ആമേൻ ദുഃഖം ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ ഭാരം അനുഭവിക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ് കേട്ടോ, നമ്മുടെ അവിശ്വാസമാണ്. നമ്മൾ ലോകക്കാരുടെ നടുവിൽ നമ്മൾ ലോകക്കാരെ പോലെ ഉഴലുന്നത് കൊണ്ടാണ്. നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കാതെ, ആത്മാവ് പ്രാപിക്കാതെ, ആത്മാഭിഷേകം പ്രാപിക്കാതെ ലോകക്കാരെ പോലെ ഇരിക്കുന്നത് കൊണ്ടാകുന്നു പലപ്പോഴായി നമ്മൾ മുങ്ങിപ്പോകുന്നത്, നമ്മൾ മുങ്ങിത്താഴുന്നത്. എന്നാലും ആമേൻ നമ്മൾ അവിശ്വാസികളായി വിശ്വാസത്തിന് ഭംഗം വന്നിട്ട് എങ്ങനെയൊക്കെ താണാലും നമ്മൾ കർത്താവിലേക്ക് കരം ഉയർത്തുവാൻ തയ്യാറായാൽ, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, കർത്താവിനോട് അപേക്ഷിപ്പാൻ, കർത്താവിനോട് മുട്ടുവാൻ തയ്യാറാകുമ്പോൾ, അവരെ വിളിച്ചപേക്ഷിപ്പാൻ തയ്യാറാകുമ്പോൾ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു കർത്താവ് പത്രോസിനെ ആമേൻ തൻ്റെ അവിശ്വാസ നിമിത്തം താണുപോയപ്പോൾ അല്പവിശ്വാസിയെ നീ ആമേൻ എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് കരം പിടിച്ചുയർത്തിയ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഈ പകൽക്കാലത്തിൽ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ആമേൻ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ദൈവത്തിൻ്റെ വചനമാണെന്ന് തൻ്റെ മക്കൾക്ക് ഞാൻ കൈമാറിയത്. ഹല്ലേലൂയ. യേശുവേ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചാൽ, തൻ്റെ ജനത്തെ വിടുവിച്ചാൽ, നാളുകളിൽ ഏതെങ്കിലും തലത്തിൽ തങ്ങൾ കർത്താവ് ജീവിതഭാരം, ജീവിതത്തിലെ കഷ്ടം, ജീവിതത്തിലെ രോഗങ്ങൾ, ജീവിതത്തിലെ ആമേൻ ബുദ്ധിമുട്ടുകൾ, ഇല്ലായ്മകൾ, ഞെരുക്കൽ നിമിത്തം ആരെങ്കിലും താണു പോകുന്നുണ്ടെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ ആമേൻ മുങ്ങിപ്പോയി പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരെയൊക്കെ കർത്താവ് കരം പിടിച്ച് ഉയർത്തേണ്ടതിന് ആമേൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. കർത്താവേ എൻ്റെ മക്കളെ വിടുവിക്കണമേ, തൻ്റെ മക്കളെ പുറത്തു കൊണ്ടുവരണമേ, തൻ്റെ മക്കളെ ഈ ലോകത്തിൻ്റെ ആഴിയിൽ താണു പോകാതെ അങ്ങ് കരം പിടിച്ച് ഉയർത്തണമേ എന്നടിയൻ അപേക്ഷിക്കുകയാണ്. എല്ലാവരെയും അങ്ങ് നടത്തുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു അപ്പാ. യേശുവിൻ്റെ കരങ്ങളിൽ, യേശുവിൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികയാണ്. തീരാലാഭ ശന്തരാധര യേശുവിൻ്റെ നാമത്തിൽ, ഓരീകാലാഭ ശന്തരാധര യേശുവിൻ്റെ നാമത്തിൽ, ഓ റീബാലാഭ ശന്തരാധര, ഓ റീഖാലാഭ ശന്തരാധര യേശുവിൻ്റെ നാമത്തിൽ, ഓ ദീരാറാബ ശന്തര. ഹല്ലേലൂയ. നമുക്ക് വിരാമത്തിലേക്ക് പോകാം. ദൈവം എന്ന കർത്താവ് നമ്മോടൊന്ന് സംസാരിപ്പാനായിരുന്നു. എത്ര പേർക്ക് ആത്മനിയോഗത്താൽ നടക്കുവാൻ കഴിയും? ആത്മാഭിഷേകത്തോടെ ആത്മാവ് പ്രാപിച്ച് എത്ര പേർക്ക് നടക്കുവാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ തികഞ്ഞ ആത്മീകരായി തീർന്നില്ല എങ്കിൽ നമുക്ക് ലോകത്തെ ജയിപ്പാൻ സാധ്യമല്ല. ലോകത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ സാധ്യമല്ല. ആഴങ്ങളെ, നമ്മിൽ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ ജയിപ്പാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് പകൽക്കാലത്തിൽ ഈ സന്ദേശം കേട്ട മുഴുവൻ മക്കളെയും അങ്ങ്